മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തി കോൺഗ്രസിനെതിരെ ജി സുധാകരൻ നടത്തിയ രൂക്ഷ വിമർശനം രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ കോൺഗ്രസിലെ ഒരു വിഭാഗവും CPM-ലെ ചില നേതാക്കളും തമ്മിൽ കൂട്ടുകച്ചവടം നടക്കുന്നുണ്ടെന്ന് ആരോപിച്ച സുധാകരൻ അത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ആലപ്പുഴയിൽ കോൺഗ്രസിലെ ഒരു വിഭാഗവും CPM-ലെ ചില നേതാക്കളും തമ്മിൽ കൂട്ടുകച്ചവടം നടക്കുന്നുണ്ടെന്ന് ആരോപിച്ച സുധാകരൻ അത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയം എന്ന പേരിൽ നടക്കുന്നത് അവസരവാദവും അഴിമതിക്ക് വഴിവെക്കുന്ന കൂട്ടുകെട്ടുമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. പ്രസംഗത്തിനിടെ കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനമാണ് സുധാകരൻ ഉയർത്തിയത്. രമേശ് ചെന്നിത്തലയുടെ പാർട്ടി ആലപ്പുഴയിൽ CPM-ലെ ചിലരുമായി ചേർന്ന് നടത്തുന്ന കൂട്ടുകച്ചവടം അവസാനിപ്പിക്കണം. അതിന് തെളിവ് സഹിതം ഞാൻ പറയാം. ഇത് രാഷ്ട്രീയമല്ല, അരാഷ്ട്രീയമാണ്, അവസരവാദമാണ്, അഴിമതിയിലേക്ക് വഴിവെക്കുന്നതാണ്. അഴിമതിക്കാർ തമ്മിലുള്ള കൂട്ടുകെട്ട് എന്ന് മാത്രമേ ഞാൻ ഇതിനെ വിശേഷിപ്പിക്കൂ എന്നാണ് സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. ആലപ്പുഴയിൽ കോൺഗ്രസിലെ ഒരു ചെറിയ വിഭാഗവും CPM-ലെ ചില ക്രിമിനൽ സ്വഭാവമുള്ള പ്രവർത്തകരും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം. സ്വന്തം അനുഭവം ചൂണ്ടിക്കാട്ടിയായിരുന്നു സുധാകരന്റെ ഈ വെളിപ്പെടുത്തൽ. 2 MLA-മാർക്കുള്ള സ്വീകരണ പരിപാടിയിലേക്ക് തനിക്കും തോമസിനും ക്ഷണം ലഭിച്ചിരുന്നുവെന്നും കൃത്യസമയത്തെത്തിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. തുടർന്ന് മറ്റൊരു ചടങ്ങിൽ പങ്കെടുത്ത ശേഷം വീണ്ടും എത്തിയപ്പോഴും സ്ഥിതി മാറിയില്ല. ഇതിനിടെ ശുചിമുറിയിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ ഒരാൾ തടഞ്ഞുവെന്നും അതോടെ എന്തോ ആസൂത്രിത നീക്കം നടക്കുന്നതായി സംശയം തോന്നിയെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. എനിക്ക് തോന്നി എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. പിന്നീട് നോക്കിയപ്പോൾ എനിക്കെതിരെ പ്ലക്കാർഡുമായി പ്രതിഷേധിക്കാൻ കുറച്ചുപേർ തയ്യാറായി നിൽക്കുകയായിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അടിപിടി വരെ നടക്കുമായിരുന്നില്ലേ എന്നാണ് സുധാകരൻ ചോദിച്ചത്. പ്രതിഷേധം നടക്കുമെന്ന് പോലീസിനും മുനിസിപ്പൽ ചെയർപേഴ്സണിനും കോൺഗ്രസ് പ്രവർത്തകർക്കും മുൻകൂട്ടി അറിയാമായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഇനി ആഭ്യന്തരമന്ത്രിയുടെ മറുപടി കേൾക്കാം. വേദിയിൽ തന്നെ ചെന്നിത്തലയുടെ മറുപടി. സുധാകരന്റെ വിമർശനങ്ങൾക്ക് അതേ വേദിയിൽ മറുപടി പറഞ്ഞ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിനെതിരായ പ്രതിഷേധം ഒരിക്കലും ന്യായീകരിക്കാനാകില്ലെന്നാണ് വ്യക്തമാക്കിയത്. ജി സുധാകരനെതിരായ പ്രതിഷേധം ശരിയായ നടപടിയല്ല. അത്തരം നടപടികളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഈ വിഷയത്തിൽ സുധാകരന് പൂർണ്ണ പിന്തുണയാണ് കോൺഗ്രസിനുള്ളത്. അദ്ദേഹത്തെ അപമാനിക്കുന്നതോ ആക്ഷേപിക്കുന്നതോ ആയ ഒരു നടപടിയോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇത്തരം നടപടികളിൽ നിന്ന് CPM പിന്തിരിയണമെന്നാണ് ചെന്നിത്തല പറഞ്ഞത്. അതേസമയം സുധാകരനെ പ്രശംസിച്ചും ചെന്നിത്തല സംസാരിച്ചു. ജി സുധാകരൻ നിഷ്കളങ്കനായ വ്യക്തിയാണ്. മുന്നിൽ ഒന്ന് വെച്ച് പിന്നിൽ മറ്റൊന്ന് പറയുന്ന ആളല്ല അദ്ദേഹം. അതുകൊണ്ടാണ് മനസ്സിലുള്ളത് തുറന്നു പറയുന്നത്. അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നും ചെന്നിത്തല പറഞ്ഞു വെക്കുന്നു. ജി സുധാകരൻ കോൺഗ്രസിനെയും സ്വന്തം പാർട്ടിയിലെ ചിലരെയും ഒരുപോലെ വിമർശിച്ചതും അതേ വേദിയിൽ രമേശ് ചെന്നിത്തല സുധാകരന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതും രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ആലപ്പുഴയിലെ രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ചുള്ള സുധാകരന്റെ ആരോപണങ്ങൾക്കും ചെന്നിത്തലയുടെ പ്രതികരണത്തിനും പിന്നാലെ വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയ വിശദീകരണങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ കേരളം.